ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ ഒരിക്കൽ കൂടി മുത്തമിട്ട് ഇന്ത്യ. T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ കലാശപ്പോരിൽ ന്യൂസിലൻഡിനെ തകർത്തെറിഞ്ഞ് കിരീടമണിഞ്ഞ ഇന്ത്യൻ ടീം. ഇതോടെ ചരിത്രത്തിലാദ്യമായി T20 കിരീടം നിലനിർത്തുന്ന ടീമായി ഇന്ത്യ മാറി. ലോക ക്രിക്കറ്റിലെ അധികായർ തങ്ങളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. T20 ലോകകപ്പ് കലാശപ്പോരിൽ കീവീസിനെ ഏകപക്ഷീയമായി തകർത്ത് ഇന്ത്യ കിരീടം നിലനിർത്തിയിരിക്കുന്നു. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ തുടക്കം മുതൽ തന്നെ തങ്ങളുടെ നയം വ്യക്തമാക്കിയിരുന്നു. അഭിഷേക് ശർമ്മയും സഞ്ജുവും ചേർന്ന് പവർ പ്ലേയിൽ മാത്രം അടിച്ചെടുത്തത് 92 റൺസ്. 46 പന്തിൽ 89 റൺസ് അടിച്ച് സഞ്ജു ഒരിക്കൽ കൂടി ടീമിന്റെ നെടുംതൂണായി നിന്നു. പിന്നാലെ എത്തിയ ഇഷാൻ കിഷനും അർദ്ധ സെഞ്ചുറിയുമായി മികച്ച പിന്തുണ നൽകിയതോടെ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് കടന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തിയെങ്കിലും അവസാന ഓവറിലെ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ ശിവം ദുബെ ഇന്ത്യൻ സ്കോർ 280 കടത്തി. ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ കീവീസിനെ തുടക്കം തന്നെ മോശമായിരുന്നു. പവർ പ്ലേ പൂർത്തിയായപ്പോൾ തന്നെ 3 വിക്കറ്റ് നഷ്ടമായി. ഫിൻ അലനെയും രജൻ രവീന്ദ്രയും എളുപ്പത്തിൽ കൂടാരം കയറ്റിയതോടെ ഇന്ത്യൻ ആരാധകർ വിജയാരവങ്ങൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് കൃത്യമായ ഇടവേളകളിൽ ന്യൂസിലാൻഡിന്റെ വിക്കറ്റുകൾ ഓരോന്നോരോന്നായി വീണതോടെ ഇന്ത്യ വിജയകാഹളം മുഴക്കി. കലാശപ്പോരിൽ കീവീസിന്റെ 4 സുപ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി ജസ്പ്രീത് ബുംറ ഫൈനലിലെ താരമായപ്പോൾ മലയാളികളുടെ അഭിമാനം സഞ്ജു സാംസൺ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ 3 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു വെറും 5 മത്സരങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് സ്കോററായത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ പായിച്ച താരവും സഞ്ജു തന്നെ. ഫൈനലിൽ അടക്കം അടിച്ചുകൂട്ടിയത് 24 സിക്സുകൾ. കിരീട നേട്ടത്തോടെ T20 ലോകകപ്പിൽ 3 കിരീടമെന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യ ടീമായി ഇന്ത്യ. ഒപ്പം ചരിത്രത്തിൽ ആദ്യമായി കിരീടം നിലനിർത്തുന്ന ഒരേയൊരു ടീമും. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.